بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മാസം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഈ മാസത്തെ സ്വീകരിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിൽ ഈ മാസം ഉപയോഗപ്പെടുത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ മാസം സ്വീകരിക്കാൻ, ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായ ഒരുക്കം റമദാനിനെ കുറിച്ച്, ആ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 അമലുകളായ നോമ്പിനെക്കുറിച്ചും ഖിയാമിനെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഏതാനും ക്ലാസ്സുകളാണ് 5 ദിവസം നമ്മൾ ഇൻഷാ അല്ലാഹ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയിലെ റിയാദിലെ ജാമിഅത്തുൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ, അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും അറിയപ്പെട്ട അഹ്ലുസുന്നത്തിന്റെ ഒരു ആലിമുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ റയീസ് അൽ റയീസ് ഹഫിളഹുല്ലാഹ്, അദ്ദേഹം ആണ് ഈ ദൗറ തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഓരോ ദിവസവും എടുക്കുന്ന ദർസുകൾ അതുപോലെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖൈറിൽ പരസ്പരം സഹകരിക്കുകയും നന്മ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയും ചെയ്യുന്ന അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒന്നാമത്തെ ക്ലാസ്സിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. 4 കാര്യങ്ങളാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വിഷയം നോമ്പ് നിർബന്ധമാകുന്നത് ആർക്കൊക്കെയാണ് എന്നതാണ്. നോമ്പ് നിർബന്ധമാകുന്നത് 5 നിബന്ധനകളൊത്തിട്ടുള്ള ആളുകൾക്കാണ്. 5 വിശേഷണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവന് നോമ്പ് നിർബന്ധമായി. ഒന്നാമത്തേത് മുസ്ലിമായിരിക്കുക, രണ്ടാമത്തേത് ആഖിലായിരിക്കുക അഥവാ ബുദ്ധിയുള്ളവനായിരിക്കുക, ഭ്രാന്തോ അതുപോലെ ബുദ്ധിയില്ലാത്ത അവസ്ഥയോ ഒന്നുമില്ലാത്ത സാധാരണ ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരിക്കുക. മൂന്നാമത്തേത് ബാലിഗായിരിക്കുക, ബുലൂഗെത്തിയ പ്രായപൂർത്തിയെത്തിയ ആളായിരിക്കുക. നാലാമത്തേത് ഖാദിർ, ഖുദ്റത്തുള്ളവനായിരിക്കുക, കഴിവുള്ളവനായിരിക്കുക, നോമ്പ് നോൽക്കാനുള്ള ശാരീരികമായ കഴിവുള്ളവനായിരിക്കുക. 5ാമത്തെ നിബന്ധന മുഖീമായിരിക്കുക അഥവാ യാത്രക്കാരനല്ലാത്ത നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലായിരിക്കുക. ഈ 5 നിബന്ധനകൾ ആരിലൊക്കെ ഉണ്ടോ, 5 വിശേഷണങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവർക്കൊക്കെ റമദാൻ മാസം നോമ്പ് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസും, നിങ്ങളിൽ ആരാണോ ഈ മാസത്തിന് സാക്ഷിയായത് അവൻ ആ മാസം നോമ്പെടുത്തുകൊള്ളട്ടെ. ഈ ആയത്ത് ആർക്കാണ് ബാധകമാകുന്നത്? ഈ 5 നിബന്ധനകൾ, 5 വിശേഷണങ്ങൾ ഉള്ളവർക്കാണ്. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഈ 5 സിഫത്തുകളുള്ള ആൾക്ക് ആണ് നോമ്പ് നിർബന്ധമാവുക എന്ന കാര്യം. ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചെറിയ കുട്ടികളുടെ നോമ്പിനെ സംബന്ധിച്ചാണ്. ചെറിയ കുട്ടികൾ നോമ്പ് നോറ്റാൽ അവർക്കും അതുപോലെ തന്നെ അവർ നോമ്പ് നോൽപ്പിച്ച മാതാപിതാക്കൾക്കും പ്രതിഫലമുണ്ടാകും. അതിന് തെളിവെന്താണ്? ചെറിയ കുട്ടികളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുന്നതിനുള്ള തെളിവ് ഇമാം ബുഖാരി റുബയ്യ ബിൻതി മുഅവ്വിദ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവർ പറയുന്നു, കാനു യുസവ്വിമൂന സുബ്യാനഹും യൗമൽ ആശൂറ, ആശൂറ നോമ്പിന് അവർ ചെറിയ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ നോമ്പ് മുറിക്കാതിരിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ കൊടുത്ത് വിശപ്പിനെ കുറിച്ച് ആ കുട്ടികളെ അശ്രദ്ധയിലാക്കുമായിരുന്നു എന്നൊക്കെ കാണാം. അതുപോലെ ബുഖാരി റഹിമഹുല്ലാഹ് തഅലീഖായി സനദ് കൊടുക്കാതെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സനദില്ലാതെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹം റമദാൻ മാസത്തിൽ മദ്യപിച്ച ഒരാളോട് പറയുന്നതായി, വൈഹക വസുബ്യാനുനാ സിയാം, നിന്റെ കാര്യം എന്ത് കഷ്ടമാണ്, നീ ഇങ്ങനെ മദ്യപിച്ച് നടക്കുന്നു. വസുബ്യാനുനാ സിയാം, നമ്മുടെ ചെറിയ കുട്ടികൾ പോലും നോമ്പ് നോൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി. ഇനി ചെറിയ കുട്ടികൾക്ക് നോമ്പ് അതിന്റെ ഹുക്മ് മുസ്തഹബാണ്, സുന്നത്താണ്. അങ്ങനെ നോമ്പ് നോറ്റാൽ മാതാപിതാക്കൾക്ക് അജ്റുണ്ട് എന്നതിന്റെ തെളിവെന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത സമയത്ത് ഒരു കുട്ടിയെ എടുത്തുയർത്തിക്കൊണ്ട് ഒരു സഹാബി ചോദിക്കും, അലിഹാദ ഹജ്ജുൻ, ഒരു സഹാബി സ്ത്രീയാണ് ചോദിക്കുന്നത്, ഇവന് നോമ്പുണ്ടോ, ഇവന് ഹജ്ജുണ്ടോ
ഇവൻ ഹജ്ജ് ചെയ്താൽ ശരിയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വലക്കി അജ്ർ, അതെ, അവന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടും, അതിനുള്ള പ്രതിഫലം നിനക്ക് കൂടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടികളുടെ അമലിനെ കുറിച്ചുള്ള നിലപാടിതാണ്. അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തോടൊപ്പം മാതാപിതാക്കൾ കൂടി പ്രതിഫലം കിട്ടും. നന്മയുടെ പേന അള്ളാഹുവിന്റെ ഫضل കൊണ്ട് അവൻ നേരത്തെ തന്നെ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അഥവാ ഒരാളുടെ നന്മതിന്മകൾ എഴുതുന്ന പേന, അതിൽ നന്മയുടെ പേന ചെറുപ്പം മുതൽ തന്നെ എഴുതും. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പും അള്ളാഹു അത് രേഖപ്പെടുത്തും. ഈ വിഷയം ഇമാം അഹ്മദ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, റമദാൻ മാസം തുടങ്ങുന്നത് എങ്ങനെയാണ്? റമദാനായി എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? രണ്ടാലൊരു കാര്യം സംഭവിച്ചാലാണ് റമദാൻ തുടങ്ങിയെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുക. ഒന്നാമത്തേത് ഷഅബാൻ പൂർത്തിയാവുക. 30 ദിവസം ഷഅബാൻ മാസം പൂർത്തിയായാൽ അതോടുകൂടി റമദാൻ തുടങ്ങി. പിറ്റേ ദിവസം റമദാൻ ഒന്നായിരിക്കും. അതിനുള്ള തെളിവ് ബുഖാരി റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടിക്കൊണ്ട് അല്ലെങ്കിൽ അവ്യക്തത കൊണ്ട് മാസം കാണാൻ സാധിക്കാതെ വന്നാൽ, 29 ഷഅബാൻ പൂർത്തിയായി, അന്നേ ദിവസം മാസം കാണാൻ സാധിച്ചില്ലെങ്കിൽ, ഫഅക്മിലു ഇദ്ദത ഷഅബാന 30 യൗമ, ഷഅബാൻ മാസം നിങ്ങൾ 30 പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഷഅബാൻ 30 പൂർത്തിയായാൽ പിന്നെ റമദാൻ ഒന്നാണ്. രണ്ടാമത്തെ മാർഗം റുഅയത്തുൽ ഹിലാൽ, മാസം കാണുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, നിങ്ങൾ ആരാണോ ആ മാസത്തിന് സാക്ഷിയായത് അഥവാ ഹിലാൽ കണ്ടത്, ഫല്യസുംഹു, നോമ്പ് നോറ്റുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഇതിന് തെളിവായി ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രശസ്തമായ ഹദീസ്, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, ഹിലാൽ കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, ഹിലാൽ കാണുന്നതോടുകൂടി അഥവാ ഷവ്വാലിന്റെ ഹിലാൽ കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഈ കാഴ്ച, മാസം കാണുക എന്ന വിഷയം, അതിൽ ശരിയായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതിൽ ശരിയായ അഭിപ്രായം ഒരാളുടെ സാക്ഷ്യം മതിയാകും എന്നുള്ളതാണ്. അദിലായ, വിശ്വസ്തനായ ഒരു മുസ്ലിം മാസം കണ്ടാൽ തന്നെ റമദാൻ ആയി എന്ന് പറയാം. അതിനുള്ള തെളിവ് അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അത് അവിടുന്ന് പറയുകയുണ്ടായി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തറ അന്നാസുൽ ഹിലാൽ, ജനങ്ങൾ ചന്ദ്രപ്പിറവി കാണാൻ വേണ്ടി പോയി. ഫഅഖ്ബർതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നി റഅയ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു ഞാൻ മാസം കണ്ടിരിക്കുന്നു എന്ന കാര്യം. ഫസാമ വഅമറ അന്നാസ ബിസിയാമിഹി, എന്റെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും നോമ്പ് നോൽക്കാൻ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പ്രഖ്യാപിച്ചത്. എന്നാൽ ബാക്കി മാസങ്ങളാണെങ്കിലോ, ബാക്കി മാസങ്ങളുടെ മാസം, ഇപ്പോൾ ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇങ്ങനെയുള്ള മറ്റ് മാസങ്ങളുടെ, റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളുടെ മാസപ്പിറവിയുടെ കാര്യത്തിൽ 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് തിർമിദി റഹിമഹുല്ലാഹ്, അതുപോലെ ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു ഖുദാമ എന്നീ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റമദാൻ മാസത്തിന്റെ പിറവി ഒരാൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞുവല്ലോ, ആ വ്യക്തി, അയാൾക്കൊരു നിബന്ധനയുണ്ട്, അയാൾ അതിലായിരിക്കണം, ഫിഖത്തായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അതിനുള്ള തെളിവെന്താണ്? അല്ലാഹു തആല പറഞ്ഞു, ഇദാ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യൻ, ഫാസിഖായ ഒരാൾ ഒരു വാർത്ത കൊണ്ടുവന്നാൽ നിങ്ങളത് അന്വേഷിച്ചുറപ്പുവരുത്തണം, അത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ മഫ്ഹൂം മുഖാലഫ്, അതിന്റെ വിപരീതാർത്ഥം എന്താണ്? വിശ്വസ്തനായ ആൾ വന്നാൽ അയാളുടെ വാർത്ത സ്വീകരിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട മസലകൾ, ഈ രണ്ടാമത്തെ വിഷയം അഥവാ മാസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നതുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ വിഷയങ്ങൾ. ഒന്നാമത്തെ വിഷയം, മുസ്ലിങ്ങളുടെ നാടുകളൊക്കെ ഒരേ നാടിന്റെ ഹുക്കുമാണ്, ഒരേ നാടിന്റെ അവസ്ഥയാണ്. അഥവാ ഒരു നാട്ടിൽ മാസം കണ്ടാൽ തന്നെ മതി മറ്റെല്ലാ നാട്ടുകാർക്കും നോമ്പെടുക്കാൻ. ഇതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് ഇതാണ് ഫത്വ കൊടുത്തിട്ടുള്ളത്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഇതാണ് എന്ന് ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു മുഫ്ലിഹ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ മസ്അല, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മസ്അല, മാസം കാണുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മാസം തുടങ്ങുന്ന വിഷയത്തിൽ കാഴ്ച ഒഴിവാക്കി കണക്ക് അവലംബിക്കുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു. അത് അനുവദനീയമല്ല. കണക്ക് നോക്കി മാസം തുടങ്ങുക എന്നുള്ള കാര്യം അത് റമദാനിലായാലും മറ്റു മാസങ്ങളിലായാലും അനുവദനീയമല്ല. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. പ്രധാനപ്പെട്ട 3 തെളിവുകളാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഹദീസ്, സൂമു ലിറുയതിഹി, മാസം കണ്ടാൽ, പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. അവിടെ കാഴ്ചയാണ് മാസം തുടങ്ങാനുള്ള മാനദണ്ഡമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാമത്തെ തെളിവ് അഹ്ലുൽ ഇൽമിന്റെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള കാര്യമാണിത്. ഇബ്നു അബ്ദുൽ ബറും ഇബ്നു ഹജറും ഇബ്നു തൈമിയ്യയും ഒക്കെ റഹിമഹുമുല്ലാഹു തആല അവരൊക്കെ
ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, സലഫു സ്വാലിഹീങ്ങളുടെ കാലത്ത് കണക്ക് എന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. കണക്ക് കൂട്ടുന്ന സമ്പ്രദായം സലഫുകളുടെ കാലത്ത് തന്നെ ഉണ്ട് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനു മുമ്പ് പോലും മാസപ്പിറവി കണക്ക് കൂട്ടി കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത് സലഫുകൾ അവലംബിച്ചിട്ടില്ല. ഇത് തന്നെ മതിയായ തെളിവാണ് കണക്ക് നോക്കിയല്ല മാസത്തിന്റെ തുടക്കം തീരുമാനിക്കേണ്ടത് എന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, ഒന്നാമത്തെ വിഷയം നോമ്പ് ആർക്കൊക്കെയാണ് നിർബന്ധമാവുക, രണ്ടാമത്തെ വിഷയം നോമ്പിന്റെ മാസം റമദാൻ മാസം എങ്ങനെയാണ് പ്രഖ്യാപിക്കുക, തുടങ്ങുക. ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ വിഷയം റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധികളാണ്. അഥവാ റമദാനിൽ ആർക്കൊക്കെയാണ് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുള്ളത്. 4 വിഭാഗങ്ങൾക്കാണ് റമദാൻ മാസത്തിൽ നോമ്പിന്റെ നിർബന്ധത്തിൽ നിന്ന്, ഉജൂബിൽ നിന്ന് ഒഴിവുള്ളത്. ഒന്നാമത്തെ വിഭാഗം അൽ മരീദ് വൽ മുസാഫിർ, യാത്രക്കാരനും രോഗിയുമാണ്. ഇതിനുള്ള ദലീൽ എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിൽ, നോമ്പ് മാസത്തിൽ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ അത് നോറ്റ് വീട്ടിക്കൊള്ളുക. അപ്പോൾ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഉപദ്രവമുള്ള, പ്രയാസമുള്ള രോഗി നോമ്പിന്റെ വുജൂബിൽ നിന്ന്, ബാധ്യതയിൽ നിന്ന് ഒഴിവാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, നോമ്പ് കൊണ്ട് പ്രയാസമില്ലാത്ത രോഗിക്ക് ഈ ഇളവില്ല എന്ന് മനസ്സിലാക്കാം. ഒരാളുടെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ട്, അതിന്റെ പേരിൽ നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ശരീഅത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് കേവലം അക്ഷരങ്ങളല്ല, നേരെ മറിച്ച് ആശയങ്ങളാണ്. രോഗിക്ക് നോമ്പ് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അവന് പ്രയാസമുണ്ടെങ്കിൽ ആ രോഗം എന്ന വിശേഷണം, അതിലാണ് ഈ ഇളവ് അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിശേഷണം, രോഗം എന്നുള്ള കാര്യം അവനെ അലട്ടുന്നില്ല, നോമ്പും അതും തമ്മിൽ ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നോമ്പ് നോൽക്കുക തന്നെ വേണം. ഇനി യാത്രക്കാരന്റെ വിഷയമാണെങ്കിൽ, ദീർഘയാത്രക്കാരനാണ് ഇക്കാര്യത്തിൽ ഇളവുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവർ ഫത്വ നൽകിയിട്ടുണ്ട്. ഇനി അഫ്ളൽ എന്താണ്? യാത്രക്കാരന്, ദീർഘയാത്ര ചെയ്യുന്ന ഒരാൾക്ക് തന്നെ നോമ്പ് എടുക്കലാണോ ഉപേക്ഷിക്കലാണോ ഉത്തമം? അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ശരിയായ അഭിപ്രായം നോമ്പ് നോൽക്കൽ തന്നെയാണ് അഫ്ളൽ എന്നുള്ളതാണ്. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അവിടുന്ന് യാത്രയിലായിരിക്കെ നോമ്പ് നോറ്റിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ യാത്ര ചെയ്തു. അങ്ങനെ സ്വഹാബത്തിന് അത് വിഷമമുണ്ടാക്കി. ഇത് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. സുദീർഘമായ ഒരു കഥയാണ്, അതിൽ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ നോമ്പ് നോറ്റു. നോമ്പ് ഉപേക്ഷിക്കലായിരുന്നു അഫ്ളലെങ്കിൽ, യാത്രക്കാരന് നോമ്പ് ഉപേക്ഷിക്കലായിരുന്നു ശ്രേഷ്ഠമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ധൃതിപ്പെടുമായിരുന്നു. അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്ക് കൂട്ടുമായിരുന്നു ആ അഫ്ളൽ എടുക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ചെയ്തത്. സ്വഹാബത്തിന്റെ വിഷമം കണ്ടിട്ടാണ് നോമ്പ് മുറിച്ചത്. അപ്പോൾ നോമ്പുകാരനാണെങ്കിൽ, യാത്രക്കാരനാണെങ്കിലും നോമ്പ് നോൽക്കുന്നത് തന്നെയാണ് അഫ്ളൽ എന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, 2 സ്വഹാബിമാരുടെ ഫത്വ ഈ വിഷയത്തിലുണ്ട്. ഉസ്മാൻ ബിൻ അബിൽ ആസ്, അതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമ, അവരിൽ നിന്ന് ഈ അഭിപ്രായം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഈ പ്രവൃത്തിയാണ്, നോമ്പ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് അബ്റഉ ലിദ്ദിമ്മ, നമ്മുടെ ഉത്തരവാദിത്തം ഒഴിയാൻ ഏറ്റവും നല്ലത്. നോമ്പ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ആ ബാധ്യത വീടാൻ ഏറ്റവും നല്ലത് നോമ്പെടുക്കുന്നത് തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ ഇനം, യാത്രക്കാരനും രോഗിയും. അവരുടെ അവസ്ഥ ഇതാണ്. അവർ രണ്ടുപേരും പിന്നീട് നോമ്പ് എടുത്തു വീട്ടണം എന്ന കാര്യം ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം അൽ ഹായിദു വൻ നുഫസ, ആർത്തവകാരിയും അതുപോലെ പ്രസവാനന്തരമുള്ള രക്തം ഉള്ള സ്ത്രീകളും. ഈ 2 വിഭാഗത്തിന് നോമ്പ് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. നോമ്പ് എടുത്തുകൂടാ. തെളിവെന്താണ്? ബുഖാരിയിൽ മുസ്ലിമിലും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഇദാ ഹാദത്തിൽ മർഅതു ലം തുസല്ലി വലം തസും, സ്ത്രീകൾ ആർത്തവമായാൽ നോമ്പും നമസ്കാരവും അവർ ഉപേക്ഷിക്കുന്നില്ലേ എന്ന് ആ ഹദീസിൽ കാണാം. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഉലമാക്കൾ ഇജ്മാഇലായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ 2 വിഭാഗവും അവരുടെ ആ തടസ്സം നീങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമുണ്ട്. മൂന്നാമത്തെ വിഭാഗം, റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുള്ളത് അൽ ഹാമിലു വൽ മുർദ,
ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും. ഈ രണ്ട് വിഭാഗത്തിനും നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്. അവർക്ക് സ്വന്തം ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ പ്രയാസമുണ്ടെങ്കിലും കുട്ടിയുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിലാണ് പ്രയാസമെങ്കിലും അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാനുള്ള അനുവാദമുണ്ട്. ഇനി അവർ നോമ്പ് ഉപേക്ഷിച്ചാൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് രണ്ട് ഓപ്ഷനുണ്ട്, രണ്ട് മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നുകിൽ ആ നോമ്പ് നോറ്റുവീട്ടുക, അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക, നഷ്ടപരിഹാരമായി, അല്ലെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കുക, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഈ വിഷയം ദീർഘമായ ചർച്ചകളുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. പക്ഷേ ഷെയ്ഖ് ഇവിടെ കൂടുതൽ പ്രബലമായി പറയുന്നത് ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി എന്നുള്ളതാണ്. അതിന് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത് രണ്ട് സഹാബിമാരുടെ ഫത്വയാണ്. ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇങ്ങനെ ഫത്വ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താബിയങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം താബിയങ്ങൾ ഈ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല, അതുപോലെ ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ല, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹിമഹുല്ല, ഇവരൊക്കെ ഈ അഭിപ്രായക്കാരാണ്. ആധുനിക പണ്ഡിതന്മാർ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തെ വിഭാഗം, നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള നാലാമത്തെ വിഭാഗം, അൽ ആജിസു ലികിബരി സിന്നിൻ ഔ മറദ് ലാ യുർജാ ബുർഉഹു, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ ശമനം പ്രതീക്ഷിക്കാത്ത രോഗം കൊണ്ടോ നോമ്പ് നോൽക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ള ആളുകൾ. ഈ രണ്ട് ആളുകളുടെയും പ്രത്യേകത എന്താണ്? പിന്നീട് അവർക്ക് നോറ്റുവീട്ടുക എന്ന ഒരു സാധ്യത അവരുടെ മുമ്പിലില്ല. ഒരിക്കലും മാറാത്ത രോഗം, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഷിഫ, പക്ഷെ സാധാരണഗതിയിൽ മാറുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന, അങ്ങനെ ആളുകൾ കണക്കാക്കുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ. ഈ രണ്ട് ആളുകൾക്ക് അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം, എന്നിട്ട് ഫിദിയ കൊടുത്താൽ മതി. ഒരു ദിവസം ഒരു മിസ്കീൻ എന്ന കണക്കിൽ അവർക്ക് ഫിദിയ കൊടുത്താൽ മതി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് നോമ്പ് ഉപേക്ഷിക്കുകയും റമദാൻ കഴിഞ്ഞ് 30 മിസ്കീന്മാരെ വിളിച്ചുകൂട്ടി അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസർ കാണാം, റുഖ്ഹിസ ലിശൈഖിൽ കബീർ, പ്രായം ചെന്ന വൃദ്ധന് ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു, അൻ യുഫ്തിറ, നോമ്പ് ഉപേക്ഷിക്കുന്നതിൽ, വ അൻ യുത്ഇമ അൻ കുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസത്തേക്കും ഒരു മിസ്കീൻ എന്ന കണക്കിൽ ഭക്ഷണം നൽകാനും അവർക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഇനി ഈ 3 കാര്യങ്ങളാണ് ഇദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, നോമ്പ് ആർക്കാണ് നിർബന്ധമാവുക? 5 നിബന്ധനകളൊത്ത ആളുകൾക്കാണ് നോമ്പ് വാജിബാവുക. രണ്ടാമത്തെ കാര്യം, നോമ്പ് മാസം എങ്ങനെയാണ് തുടങ്ങുക, എപ്പോഴാണ് റമദാൻ തുടങ്ങി എന്ന് പറയാൻ സാധിക്കുക. മൂന്നാമത്തേത്, ആർക്കൊക്കെയാണ് നോമ്പ് ഉപേക്ഷിക്കാനുള്ള ഇളവുള്ളത്, 4 വിഭാഗങ്ങൾക്കാണ് ഇളവുള്ളത് എന്ന കാര്യം പറഞ്ഞു. ഇനി അവസാനമായി, നോമ്പ് നോറ്റുവീട്ടാൻ ഇളവുള്ള ആളുകൾ, ഈ 4 വിഭാഗങ്ങളിൽ നോമ്പ് പിന്നീട് നോറ്റുവീട്ടേണ്ടവരുണ്ട്. അവർ നോറ്റുവീട്ടാതെ അടുത്ത റമദാൻ വരെ വൈകിപ്പിച്ചാൽ, ഒരു റമദാനിൽ ഉപേക്ഷിച്ച നോമ്പ് അടുത്ത വർഷം റമദാൻ ആകുന്നതിന് മുമ്പ് നോറ്റുവീട്ടിയിട്ടില്ലെങ്കിലോ, അത്തരക്കാരെ നമുക്ക് രണ്ടായി വേർതിരിക്കാം. ഒരു വിഭാഗം ആളുകൾക്ക് ശർഈയായ ഉദ്റുണ്ടായിരിക്കും, രോഗം കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം അവർക്കുണ്ടായിരിക്കാം. അങ്ങനെ തടസ്സം കാരണത്താൽ, സ്വീകാര്യമായ ഇളവ് കാരണത്താൽ ഒഴികഴിവുണ്ടായിക്കൊണ്ട് നോമ്പ് നോറ്റുവീട്ടാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർക്ക് അത് റമദാനിന് ശേഷം നോറ്റുവീട്ടിയാൽ മതിയാകും. എന്നാൽ ഇളവില്ലാതെ, ഒരു ഒഴികഴിവില്ലാതെ, കാരണമില്ലാതെ വൈകിപ്പിച്ചവരാണെങ്കിൽ അവർ നോറ്റുവീട്ടുന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിസ്കീന് ഫിദിയയായി ഭക്ഷണം നൽകുക കൂടി വേണം. അതുപോലെ ഇനി മറ്റൊരു വിഷയം അദ്ദേഹം അവസാനമായി സൂചിപ്പിച്ചത്, റമദാൻ മാസത്തിൽ യാതൊരു കാരണവുമില്ലാതെ നോമ്പ് വീഴ്ച വരുത്തിയ ആളുകൾ, ഉപേക്ഷിച്ച ആളുകൾ, അവർ മനസ്സിലാക്കേണ്ടത് വലിയൊരു വൻപാപമാണ് അവർ ചെയ്തിരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാ പാപങ്ങളും പുറത്തിരിക്കുകയും ഇങ്ങനെയുള്ള വൻപാപങ്ങളിൽ നിന്ന് നമ്മൾ കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ളവർ അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്യുക, അതുപോലെ ആ നോമ്പ് നോറ്റുവീട്ടുകയും വേണം എന്നാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞത്. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നാളെ നമുക്ക് കേൾക്കാം. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമും സാലിഹായ അമലുകളും സ്വന്തമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇഖ്ലാസ് നൽകുമാറാകട്ടെ, നമ്മുടെ പാപങ്ങൾ പുറത്തു വരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وجزاكم الله خيرا.